വേറൊന്നുമല്ല, ആലപ്പുഴ കളർകോടിൽ നടന്ന വാഹന അപകടം. ടവേര KSRTCയിലേക്ക് ഇടിച്ചു കയറി 5 കുട്ടികളാണ് മരിച്ചത്, MBBS സ്റ്റുഡൻസ്. 2-3 പേരുടെ ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോഴും വണ്ടാനം ഹോസ്പിറ്റലിൽ അവര്. സിജോന്റെ നാട്ടിലാണ് അല്ലേ? എന്റെ നാട്ടിലാണ്. അതെ, സിജോന്റെ നാട്ടിലാണ്. ഞാൻ അപ്പോൾ നടന്ന രാത്രി അതുവഴി ഞാൻ പാസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ സീൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ റോഡിൽ യാത്ര ചെയ്യുന്നവരാണ്. ഈ വണ്ടി പോയി ഇടിച്ച CCTV വിഷ്വൽ കണ്ടാൽ തന്നെ ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. മഴയത്ത് ഈ വാട്ടർ പാച്ച് വരുമല്ലോ റോഡില്. ഇപ്പൊ കുറേ പേര് കുറേ രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളും NVDയും സ്റ്റഡിയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ന്യൂസിൽ പറയുന്നത് കണ്ടു. ഞാൻ കേരളത്തില് എന്നും റോട്ടിൽ എന്ന് പറഞ്ഞാൽ കാർ റോൾ ചെയ്യാൻ ഞാൻ കാറിന്ന് പുറത്തിറങ്ങാറില്ല. ഫുൾ ടൈം ചുറ്റിക്കൊണ്ടിരിക്കുക കാറിൽ തന്നെയാണ്. ഇപ്പോഴും കാറിലാണ്, ഇപ്പോഴും യാത്ര പോവാണ്. ഏറ്റവും വലിയ സീൻ മഴ പെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ചെങ്കിൽ, ഇത് എത്ര പേര് അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, റോഡില് പാച്ചായിട്ട് വെള്ളം നിൽക്കും. ഇത് എന്തുകൊണ്ട് എന്നുള്ളതല്ലേ ആദ്യം അധികൃതർ നോക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. ഈ റോഡ് പണി എടുക്കുമ്പോഴും റോഡിന്റെ പുതിയൊരു വർക്ക് ചെയ്യുമ്പോഴും വെള്ളം പാച്ച് മാതിരി റോഡുമ്പോ നിക്കാതെ ശ്രദ്ധിക്കണ്ടേ അല്ലേ? അത് ഈ കുഴിയുള്ളത് കൊണ്ടും അല്ലേ? അല്ല, ഇപ്പൊ ഇതിനകത്ത് ഞാൻ സൈഡ് കാര്യം പറഞ്ഞാണ്. ഞാൻ ആലപ്പുഴക്കാരനാണ്. ഇപ്പോ നിങ്ങൾ ആലപ്പുഴയിലുള്ള ആൾക്കാർക്ക് മനസ്സിലാകും, ആലപ്പുഴ ബൈപ്പാസിന്റെ ഇപ്പുറത്തേക്കുള്ള റോഡ്സ് നോക്കിക്കഴിഞ്ഞാൽ, ചൗക്കോട്ട പാലത്തിന് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഈ ആക്സിഡന്റ് നടന്നു വരെയുള്ള ആ ഒരു ബൈപ്പാസിന്റെ ഏരിയക്കകത്ത് ഈ ഗ്യാസ് ഉണ്ടല്ലോ നമുക്ക് കണ്ടറ വണ്ടി പറയുമ്പോൾ, അതിന് വേണ്ടിയിട്ട് നല്ല റോഡുകളെല്ലാം തന്നെ പൊളിച്ച് ഇപ്പൊ നീ പറഞ്ഞ പോലെ ഫുള്ള് പാച്ച് വർക്കാണ്. റോഡിനകത്ത് മൊത്തം പാച്ച് വർക്കാണ്. അപ്പോ ഒരു സ്ഥലത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ റോഡിൽ തന്നെ കെട്ടി നിൽക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് സ്കിഡ് ആവാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. ഇപ്പൊ ഞാൻ പറയാം, റോഡിൽ ഇറങ്ങുന്ന ഇപ്പൊ മെജോറിറ്റി വണ്ടികൾക്കൊക്കെ ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷെ സ്റ്റിൽ നമ്മളെ റോട്ടിൽ ഇപ്പോഴും ഒരു 10 കൊല്ലം മുമ്പ്, ഇപ്പൊ ഈ ആക്സിഡന്റ് ആയ വണ്ടി 14 കൊല്ലം ആ വണ്ടിക്കൊന്നും ഈ പറഞ്ഞ പോലെ നല്ല രീതിയിലുള്ള ബ്രേക്കിംഗ് സിസ്റ്റം ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ആ കുട്ടികൾ രാത്രി പോയാൽ അതിനെ കുറിച്ച് വേറെ പറയാം. കാരണം കോളേജ് ലൈഫാണ്. നമ്മളും ഇതേമാതിരി ഇപ്പൊ ഈ പറഞ്ഞ പോലെ രാത്രികളിൽ സിനിമയ്ക്കും കാര്യത്തിനൊക്കെ കോളേജിൽ നിന്ന് ഇറങ്ങി പോവാറുണ്ട്. സെക്കൻഡ് ഷോയ്ക്കും അതിനും വണ്ടി എടുക്കുന്ന സമയത്ത് പണ്ട് ഞാൻ മഞ്ചേരി അങ്ങാടിയിൽ ഒരു ഒമിനിയിൽ ഞങ്ങൾ എല്ലാവരും കൂടി കുത്തിക്കൊള്ളിച്ചു പോയിട്ട് തലകുത്തി പറഞ്ഞ് ഡിവൈഡർ മടിച്ചു വീണ്ട. ഒന്ന് ഇനി എത്രയൊക്കെ പറഞ്ഞാലും ആ ഒരു പ്രായത്തിലുള്ളവരുടെ മൈൻഡിൽ ഒരു മാറ്റം ഇനി എത്ര ജനറേഷൻ ആണെങ്കിലും മാറാനും വരാനും പോകുന്നില്ല. പക്ഷെ കെയർഫുൾ ആവുക എന്നുള്ളതേ നമുക്ക് പറയാൻ പറ്റൂ. ഓക്കെ, അന്ന് നമ്മളെ ബാക്കിയുള്ളവർ ഉപദേശിക്കുമ്പോൾ നമ്മൾ അവരെ തന്ത വൈബ് എന്ന് പറയും. ഇപ്പൊ നമ്മൾ ഉപദേശിക്കാൻ പോയാൽ നമ്മളെ തന്ത വൈബ് എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, ജീവിതത്തിൽ ഓരോ എക്സ്പീരിയൻസ് ആണ് തന്ത വൈബിലേക്ക് നമ്മൾ മാറ്റുന്നത്. ഓക്കെ, റെസ്പോൺസിബിലിറ്റീസ് വരുമ്പോൾ തന്ത വൈബ് ആവും, അത് വേറെ കാര്യം. പക്ഷെ ഇതിലിപ്പോ ഈ KSRTC ഡ്രൈവർക്കെതിരെ കേസ് ആദ്യം എടുത്തു, പിന്നെ അന്വേഷണത്തിന്റെ ഭാഗം വരുന്ന സമയത്തേക്ക് ഇത് മാറ്റിക്കളയുന്നുള്ളൊരു സംഗതി കണ്ടു. കളർകോട് വാഹനാപകടത്തിൽ KSRTC ഡ്രൈവറുടെ പേരിൽ കേസെടുത്തു. മനുഷ്യജീവന അപകടം ഉണ്ടാക്കുന്ന വിധത്തിൽ വാഹനം ഓടിച്ചെന്നാണ് കേസ്. ആദ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള FIR ആണെന്ന് പോലീസ് പറയുന്നു എന്നുള്ളൊരു സാധനവും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനിയുള്ള ദൃശ്യങ്ങളും മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസിൽ മാറ്റം വരുമെന്നും പോലീസ് പറഞ്ഞു എന്നുള്ളത്. ഇത് ആക്ച്വലി എന്താന്നുള്ളത് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. ആ വിഷ്വൽസ് കണ്ട ആളുകൾക്ക് വളരെ ക്ലിയർ ആണ്. ആ ഡ്രൈവറെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അയാൾ ചെയ്തു നോക്കിയിട്ടുണ്ട്. അയാളുടെ ഭാഗത്തല്ലേ ചിത്തുഭായ്, അയാൾ മാക്സിമം പിടിച്ചു നോക്കിയിട്ടുണ്ട്. അയാൾ ഏതെങ്കിലും വഴി കൂടി എന്തെങ്കിലും ഒരു ഇഞ്ചിന് വണ്ടി നിർത്താൻ വേണ്ടി, എന്നിട്ടും ആ ടവേര കയറി അടിച്ചതാണ്. അതിലൊന്നും അയാൾക്ക് ചെയ്യാനില്ല. ഇതിപ്പോ എന്താ അറിയോ, നാളെ ആ ഡ്രൈവർക്ക് ഈ സ്റ്റിയറിംഗ് കൈ പിടിക്കുമ്പോൾ വിറയ്ക്കും. ഞാൻ പറയുമ്പോ അയാളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് അല്ല അയാൾക്ക് ഞാൻ പറയുമ്പോൾ നല്ലൊരു കൗൺസിലിംഗ് കൊടുത്ത് അയാളുടെ മൈൻഡ് ഫ്രീ ആക്കി. കാരണം അത്രയും നല്ല രീതിയിൽ ആ വണ്ടി ഓടിച്ച് ചവിട്ടി പിടിച്ച് ഒരു സൈഡിലേക്ക് എത്തിച്ച് മാക്സിമം അവരുടെ ജീവൻ രക്ഷിക്കാൻ നോക്കിയ ഒരാളാണ് അയാൾ. ന്യൂസ് ഒന്നും കാണാനില്ല. അയാളുടെ മെന്റൽ സ്റ്റെബിലിറ്റി അയാൾ പറയുന്നുണ്ട്, അയാൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. മഴ ഉണ്ടായിരുന്നു, വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറി വന്നേ. ഞാൻ കാണുകയും ചെയ്ത്, ഞാൻ ചവിട്ടുകയും ചെയ്തു. ചവിട്ടി കഴിഞ്ഞപ്പോൾ വണ്ടി നല്ലൊരു സ്കിഡായിട്ട് വണ്ടി ഒരു സൈഡ് ചേർന്ന് ഇങ്ങനെ ഓടിഞ്ഞ് വരിക ചെയ്ത് മാക്സിമം ഒതുക്കി. അതിന് മുമ്പേ സെക്കൻഡിനുള്ളിൽ കാര്യം പെട്ടെന്ന് പറയുന്നതിന് മുമ്പ് കാര്യം സംഭവിച്ചത്. നമുക്കൊന്ന് പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റാതെ, പിന്നെ ഞാൻ മാക്സിമം ഇടത്തോട്ട് ഒതുക്കാൻ മാത്രമേ നമുക്ക് പറ്റിയിട്ടുള്ളൂ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ടവേര ഒരു കാറിനെ ഓവർടേക്ക് ചെയ്ത് വരികയായിരുന്നു. ഒരു വണ്ടി ഓവർടേക്ക് ചെയ്താൽ വണ്ടി നമുക്ക് ശ്രദ്ധിച്ചില്ല. വണ്ടി ഓവർടേക്ക് ചെയ്താൽ കയറി ഓവർടേക്ക് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് വെട്ടിച്ചപ്പോഴത്തേക്ക് ഫുള്ള് റൈറ്റ് സൈഡിലായി വണ്ടി. ആ വരവ് ആ സൈഡിൽ കൂടെ തന്നെ ഇഞ്ഞ് വന്ന് കയറി ചെയ്തു. പെട്ടെന്ന് KSRTC ബസ്സിന്റെ മുമ്പിൽ വന്ന് ഈ ടവേര നിന്ന് പോകുമായിരുന്നല്ലേ? വന്ന് ഞാനും ചവിട്ടി നിർത്തി വന്ന് കയറുക, അകത്തോട്ടം കയറുകയാണ് ചെയ്തത്.
ഞാൻ ഒരു പോസ്റ്റിൻ്റെ സൈഡിലായിട്ട് ഇനി പിന്നെ മുന്നോട്ട് എടുക്കാൻ പറ്റാതെ പോയി. എന്നാൽ ഞാൻ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. ആ പോസ്റ്റിൻ്റെ സൈഡിൽ ഞാൻ ചവിട്ടി നിർത്തി അപ്പോൾ വന്ന് ചെന്ന് കയറി അങ്ങ് നിൽക്കുക. KSRTC ബസ്സിന്റെ ഫ്രണ്ടിലിരുന്ന യാത്രക്കാർക്ക് വലിയൊരു പരിക്കുണ്ട്. ചില്ല് മൊത്തമായിട്ട് പൊട്ടി തകർന്ന് താഴെ 3 പേർക്കോ 4 പേർക്കോ ഉള്ള പരിക്ക്. നമ്മൾ നേരത്തെ കണ്ടു ചവിട്ടി വണ്ടി. അപ്പം ഈ ഇടിയുടെ ആഘാതത്തിലാണ് ഈ ആൾക്കാർ എന്തെങ്കിലും പറ്റിയത്. ചവിട്ടിയെ നിർത്തിയപ്പോൾ കഴിഞ്ഞപ്പോൾ നല്ല സ്പീഡിലാണ് വണ്ടി വന്ന് ഇടിച്ചത്. അപ്പോൾ വണ്ടി ഒന്ന് പൊങ്ങി, ഞാനും മേലോട്ടൊന്ന് പൊങ്ങിയിട്ട് ഞാൻ തിരിച്ച് റിട്ടേൺ വന്നതിന് സീറ്റിൽ ഇടിച്ച് എൻ്റെ നടുവിന് എന്തായിപ്പോയി. അങ്ങനെ സംഭവിച്ചു. ഈ ടവേര പൂർണ്ണമായും തകർന്നു പോകായിരുന്നു. അത്രയും വേഗത ഉണ്ടായിരുന്നു വാഹനത്തിന്. നല്ല സ്പീഡിലാണ് വന്നത്. വെള്ളമായി ഉണ്ട് റോഡിൽ. നല്ല സ്പീഡിലാണ് വണ്ടി വന്നിട്ട് നമ്മുടെ അകത്തോട്ടും അടിയിലോട്ടും കയറുക. ഒരു സൈഡ് കൊണ്ട് ഇടിച്ചാൽ കയറുക ചെയ്തു. നേരെ വന്ന് തട്ടുകയില്ല, സൈഡ് ചരിഞ്ഞു വരികയായിരുന്നു. ഭാഗമാണ് നമ്മൾ വന്ന് തട്ടിയത്. ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറുമാണ് നമ്മുടെ വണ്ടിയിൽ ഇടിച്ചേക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഒരു സൈഡ് കൊണ്ട് ഫ്രണ്ടും ഡോറുമായിട്ട് ഉള്ളിലോട്ടങ്ങ് കയറി. ഞാൻ ആലപ്പുഴയിൽ നിന്ന് കയറിയ യാത്രക്കാർക്ക് ടിക്കറ്റ് കൊടുത്തുകൊണ്ട് ബസ്സിൻ്റെ പകുതി വരെ എത്തി. അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഒരു സംഭവം കാണുന്നൊരു വണ്ടി വന്നിട്ട് പെട്ടെന്ന് വലത്തേക്ക് വന്നിട്ട് വണ്ടി ഇടിച്ച് നമ്മുടെ KSRTC ബസ്സിൻ്റെ മുൻഭാഗത്ത് ഇടിച്ച് തകർത്ത് അങ്ങ് അകത്തേക്ക് കയറുക ചെയ്തത്. അപ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഒക്കെ സഹിക്കാനൊക്കാത്ത കാഴ്ചയാണ്. കാരണം വണ്ടിയിൽ നിന്ന് ഒരാളിനെ പോലും പുറത്തെടുക്കാനൊക്കാത്ത രീതിയിലേക്ക് വണ്ടി ഏതാണ്ട് അപ്പം പരുവത്തിൽ എന്ന് പറഞ്ഞ ഒരു സംഭവത്തിലേക്കായിപ്പോയി. വളരെ അമിതമായ വേഗതയിലാണ് അവർ വന്നത്. എന്താണെന്നറിയില്ല. ഒരു 10 മീറ്റർ ദൂരം അവിടെ വെച്ചാണ് ഇത് വണ്ടി വലത്തേക്ക് വളയുന്നത്. വലത്തേക്ക് വളഞ്ഞിട്ട് അതേ സ്പീഡിൽ വന്നിട്ട് നമ്മുടെ വണ്ടിയുടെ പിന്നെ ആ ഫ്രണ്ട് ഭാഗത്ത് വന്ന് ഇടിച്ചിട്ട് പിന്നെ അവരുടെ ഇടതുവശത്തെ 2 ഡോറിൻ്റെയും അതാണ് ഇടിച്ച് ബസ്സിൻ്റെ അകത്തേക്ക് അങ്ങ് കയറി പോവുക ചെയ്തത്. ഇതാണ് കണ്ടക്ടറും ഡ്രൈവറും പറഞ്ഞ കാര്യം. ആക്ച്വലി ഞാൻ പറയുമ്പോൾ ഈ ഡ്രൈവർക്കെതിരെ കേസ് ഇട്ടത് ഒരു വളരെ മോശം പരിപാടി ആയിപ്പോയി. എന്തിനാണ് അങ്ങേർക്ക് ഞാൻ പറയുമ്പോ ബാക്കിയുള്ളവരുടെ ജീവൻ രക്ഷിച്ചതിന് എന്ത് ചെയ്യണം? സത്യം ഒരു വിളിച്ചല്ല ഷെയ്ക്കാനും കൊടുത്തു വിട്. കാരണം ഈ ടവേര വന്ന വരവും അത് ഇടിച്ചു കയറിയതിലും ഇയാളെങ്ങാനും പാനിക്കായിട്ട് ബസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആട്ടി ഒലച്ച് ആ ബസ്സും കൂടി മറിഞ്ഞാൽ അവസ്ഥ എന്തായിരുന്നു? സത്യം. ഇപ്പൊ ചില്ല് തെറിച്ചതിന്റെ പരിക്ക് മാത്രമേ എല്ലാവർക്കും ഉള്ളൂ. വേറെ ആർക്കും വലിയ പ്രശ്നമില്ല. ചില്ല് വന്ന് പൊട്ടി വീണതിന്റെ പരിക്ക് മാത്രമേ ഉള്ളൂ. ഇതല്ല, അത് ആ വണ്ടി വന്നതിൽ അയാൾ പാനിക്കായി പോയിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? വേറെ ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു അപകടമായിരിക്കും ഇത്. അപ്പോ ഇത് കേസൊക്കെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മിനിമം ഒരു മനുഷ്യന് മനസ്സിലാവുന്ന ഒരു കോമൺ സെൻസ് ഇതിനകത്ത് വേണ്ടെന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. അതൊരു കാര്യം. ആൻഡ് ദ വെരി നെക്സ്റ്റ് തിങ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഇപ്പം ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത് തൃശ്ശൂർ ടു കൊച്ചിയൊക്കെ 4 വേ വരുന്ന സമയത്ത് ഡിവൈഡറിനോട് ചാരിയിട്ട് എപ്പോഴും കാണുന്നതാണ് വെള്ളക്കെട്ട്. നമ്മളിങ്ങനെ ഓടി വരുമ്പോൾ ഒരു സൈഡ് മാത്രം നല്ല ടൈൽസ് ഇട്ട് വെച്ചാൽ കാല് തിന്നിടിച്ച് വീഴില്ല. അതേപോലെ വണ്ടീൻ്റെ അവസ്ഥ. ഇനി ABS EBD ഉള്ള വണ്ടിയാണെങ്കിൽ അടക്കം, ട്രാക്ഷനുള്ള വണ്ടിയാണെങ്കിൽ അടക്കം നല്ലൊരു 80, 90, 100, 110 ഈ ഒരു സ്പീഡ്. ഇതാണല്ലോ ഒരു ഹൈവേ സാധനത്തിൽ നമ്മൾ നോർമൽ സ്പീഡ് അതാണ്. 100, 110 അല്ലെങ്കിൽ ഒരു 90, 80 ആ ഒരു സാധനം. ഇതിൽ വന്ന വണ്ടിയാണെങ്കിൽ പോലും ഈ പറഞ്ഞ വെള്ളക്കെട്ടിന് മുകളിൽ കയറി കഴിഞ്ഞാൽ ഇതേ സ്ലിപ്പറി എഫക്റ്റ് ആണ് വരിക. സാധനം ഒന്ന് ഷെയ്ക്കാവും, ഒന്ന് വോബിളാവും, സ്റ്റിയറിംഗ് ഒന്ന് കയ്യിൽ നിന്ന് ഇതാവും, നേരെ അടുത്ത് ഇടിച്ചെന്താവും, ഒറ്റ കയറില ഈ ഡിവൈഡർമ കയറിയിട്ട് അപ്പുറത്തെ ട്രാക്കിലേക്ക് പോകും. ഇത് ഞാൻ അനുഭവിച്ച് ഞാൻ കണ്ണിൽ കണ്ട്. ഇപ്പം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് 2 ദിവസം മുമ്പ് വരുന്ന സമയത്ത് ഒരു എറ്റിയോസ് ഇതേപോലെ ഒരു 4 ലൈനിൻ്റെ ഉള്ളിൽ നിന്ന് കയറി വരിക. നല്ല മഴ ഉണ്ടായിരുന്നു. വെള്ളത്തിൽ കൂടി കയറി വണ്ടി പിടുത്തം കിട്ടിയില്ല, നേരെ അടിച്ച് അപ്പുറത്തെ ട്രാക്കിൽ നിന്ന്, അങ്ങോട്ട് ഓപ്പോസിറ്റ് സൈഡ് പോകുന്ന ട്രാക്കിൽ നിന്ന് വണ്ടി തിരിഞ്ഞ് ഇപ്പുറത്തേക്ക് ചാടി വന്നത്. അപ്പം ഇത് റോഡ് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. വെള്ളം നിൽക്കുന്ന രീതിയിലാണോ റോഡിൻ്റെ കൺസ്ട്രക്ഷൻ? അതിന് മെഷർമെൻറ്റും കാര്യങ്ങളും എല്ലാം ഇല്ലേ? ഇപ്പോൾ റോഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ നല്ല പ്രോപ്പർ റോഡുകൾ, അതായത് വെള്ളം നിൽക്കാത്ത റോഡുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ സ്ലാൻഡിങ് ആവും, കുറച്ച് മുളച്ചിട്ട് സ്ലാൻഡിങ് ആയിരിക്കും, കാരണം വെള്ളം നിൽക്കൂല അതിനകത്ത്. ഇത് ഇവൻ പറഞ്ഞ പോലെ അവിടെ ഇവിടെ ആയിട്ട് കുഴിക്കും. റോഡ് പണി ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കുമാണ് നമ്മളിവിടെ കുടിക്കാൻ തുടങ്ങുന്നത്. സീനാണ്. നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുമ്പോൾ, ഇപ്പൊ വണ്ടിയുടെ കാര്യം ശ്രദ്ധിക്കുമ്പോൾ, വണ്ടിയുടെ ഫിറ്റ്നസ് ശ്രദ്ധിക്കുമ്പോൾ, വണ്ടിയുടെ കളറിന്റെ പ്രശ്നം പറയുമ്പോൾ, ഇപ്പൊ എത്ര അപകടം നടന്നുകൊണ്ടിരിക്കുക. ഇന്നൊക്കെ എത്ര അപകട വാർത്തകളാണ്. പ്രത്യേകിച്ച് ഈ ശബരിമല സീസണൊക്കെ എടുത്തു വെച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം. ശബരിമല സീസണിലായിരിക്കും ഏറ്റവും കൂടുതൽ തട്ടി മുട്ടി ഇടിച്ചു എന്ന് കേൾക്കുന്നത്. അതും ഈ അയ്യപ്പന്മാരായിരിക്കും, അതും അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന വണ്ടികളും. ആക്ച്വലി എന്താ പറയുക, ഇതിന് റോഡുകൾക്കും ഒരു വലിയ മേജർ റോളുണ്ട്. ഇവിടുത്തെ റോഡ് കൺസ്ട്രക്ഷനും വലിയൊരു റോൾ ഇതിനകത്തുണ്ട്. നമ്മളെല്ലാം ടാക്സ് അടച്ച് നമുക്കെല്ലാം നല്ല ഫെസിലിറ്റി കിട്ടണമെന്ന് വിചാരിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ടാക്സ് അടച്ച് ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഈ നാട്ടിൽ നമുക്ക് നല്ല ഫെസിലിറ്റി തരിക എന്നുള്ളത്
ഇവരുടെ ഒരു ബേസിക് തിങ് ആണ്. അപ്പൊ റോട്ടിൽ വെള്ളം നിന്നു, അതുകൊണ്ട് വണ്ടി സ്കിഡായി. റോട്ടിൽ വെള്ളം നിൽക്കാൻ പാടില്ല. അതാണ് ഇപ്പൊ ഒരു തുള്ളി വെള്ളം പോലും, ഒരു വാട്ടർ പാച്ച് വരാൻ പാടില്ല റോഡിൽ. വെള്ളം ഇവിടെ വെള്ളം നിൽക്കുന്നത് പോട്ടെ, നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ വണ്ടിന് ഉള്ളിക്ക് വരെ വെള്ളം കയറുന്ന രീതിയിലാണ് ചില റോഡിലൊക്കെ. കൊച്ചിയിലൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ സീനാണ്. അല്ല, സംശയമുള്ള ആൾക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആലപ്പുഴ ചൗക്കോട്ട പാലം അവിടെ മുതൽ ഈ ബൈപ്പാസിന് അവിടെ നിങ്ങളൊന്ന് യാത്ര ചെയ്ത് നോക്കിയാൽ മതി. അത് റോഡ് പണി നടക്കുന്ന സ്ഥലമല്ല അത്. അവിടെ നമ്മുടെ ഈ NH-ന്റെ വർക്ക് നടക്കുന്നതല്ല, അല്ലാതെയുള്ള റോഡാണ്. ആ റോഡ് മൊത്തം പാച്ച് വർക്ക് ചെയ്ത് ആകപ്പാട വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട്. ആ റോഡ് ഏറ്റവും നല്ല റോഡായിരുന്നു 2-3 വർഷം മുന്നേ വരെ. പക്ഷെ അതിപ്പോ കുത്തിപ്പൊളിച്ചിട്ട് ഈ കുത്തിപ്പൊളിക്കുമ്പോ കുത്തിപ്പൊളിച്ചിട്ട് വൃത്തിക്കൊന്ന് പണിത് മാറ്റി അത് ചെയ്യത്തില്ല. ആ കുത്തിപ്പൊളിച്ചിങ്ങനെ ഒരുമാതിരി ഈ ഏറിയും കുറഞ്ഞും വെള്ളം കെട്ട് നിൽക്കുന്ന പോലെ തന്നെ റോഡ് കിടക്കുകയും ചെയ്യും. നിങ്ങൾ സംശയമുള്ള ആൾക്കാർക്ക് അതിന് വേണ്ടി സഞ്ചരിച്ച് നോക്കിയാൽ കൃത്യയുടെ കാര്യം മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും. അത് മാത്രമല്ല, വേറൊരു വലിയ കാര്യം എന്താ വെച്ചാൽ ഈ രാത്രി സമയത്ത് കൃത്യമായി ലൈറ്റ്, നല്ല വെളിച്ചമില്ല റോഡിൽ എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ റോഡിൽ വെള്ളം നിൽക്കുന്നത് കാണൂല. അത് വേറെ സീൻ. ഇപ്പം ഈ കുട്ടികൾ വണ്ടി വെട്ടിച്ചെടുത്തു, ഓവർടേക്ക് ചെയ്തു, അതോ എന്തോ കണ്ട സമയത്ത് സ്പീഡിലായതുകൊണ്ട് വെട്ടിച്ചു എന്നാണ് പറയുന്നത്. ചിലപ്പോൾ അവർ ഈ വെള്ളം കണ്ടപ്പോൾ വെട്ടിച്ചതായിരിക്കാം, ഇത്രയും വെള്ളക്കെട്ട് നിൽക്കുന്നത് ചിലപ്പോൾ വെട്ടിച്ചതായിരിക്കും. അല്ലെങ്കിൽ വേറെ ഒരു കാറിനെടുത്ത് കയറിയപ്പോഴായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് കയറിയപ്പോഴായിരിക്കും വെള്ളക്കെട്ട് കണ്ടത്. എന്താണെങ്കിലും വളരെ എന്താ പറയുക, സങ്കടമുള്ളൊരു അവസ്ഥയായി പോയി. സത്യം പറഞ്ഞപ്പോൾ നല്ല പേടി. പണ്ടൊക്കെ പറഞ്ഞാൽ ഇത്ര പേടിക്കേണ്ട ആവശ്യമില്ല, വണ്ടി എടുത്തിട്ട് ഒരു മൈൻഡിലെടുത്ത് പോവുമായിരുന്നു. ഇപ്പോഴത്തെ കേരളത്തിലെ റോഡിൻ്റെ അവസ്ഥയും എല്ലാം കൂടി നോക്കുന്ന സമയത്തുണ്ടല്ലോ, ഇത്രയും അപകട വാർത്തയും കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വേണോ വേണ്ടേ, പുറത്ത് പോകണോ വേണ്ടേ എന്നുള്ളൊരു അവസ്ഥയൊക്കെയാണ്. അതാണെങ്കിൽ സേഫായിട്ട് പോകാൻ നോക്കുക. പ്രത്യേകിച്ച് മഴയുള്ള സമയത്തൊക്കെ എല്ലാവരും റോട്ടിൽ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി വെള്ളവും ചളിയും പ്രശ്നങ്ങളും ആകെ വിഷയമായിരിക്കും. മാക്സിമം സേഫായിട്ട് പോകാൻ നോക്കുക. എന്നാലും ഇപ്പോൾ ഈ പറഞ്ഞ ഇരുമ്പിനും തുരുമ്പിനും ജീവൻ വെച്ചതാണ്, തട്ടുമുട്ടൊക്കെ ഉണ്ടാവും. മാക്സിമം സേഫായിട്ട് റോട്ടിൽ കൂടി പോവാം, അല്ലാതെ വേറെ പറയാനില്ലല്ലോ. ഇത്രയും വലിയൊരു അപകടം നടന്നു, കുട്ടികളുടെ ജീവനും പോയി. ഇനിയുള്ള കുട്ടികൾ രക്ഷപ്പെട്ട് വരട്ടെ. 3 വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. അവരെന്തായാലും തിരിച്ചു വരട്ടെ ലൈഫിൽ.